ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷനിലെ ഓണം എക്സാമിന് വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ മലയാളം മീഡിയം വീഡിയോ നമ്മൾ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. ഓക്കെ, ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് ആക്ടേഴ്സ്? വാട്ട് ആർ ദ ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അതായത് ആരോഗ്യ സംബന്ധിയായ കായികക്ഷമതാ ഘടകങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? യെസ്, കാർഡിയോറെസ്പിറേറ്ററി ഫിറ്റ്നസ്, അതായത് ഹൃദയ ശ്വസനക്ഷമത അല്ലേ. ദെൻ മസിൽ സ്ട്രെങ്ത് ഉണ്ട്, പേശി ശക്തി. ദെൻ മസ്കുലാർ സ്ട്രെങ്ത് അഥവാ പേശി ക്ഷമത. ദെൻ റിലാക്സേഷൻ, ബോഡി കോമ്പോസിഷൻ. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നീഡ് ഫോർ ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ്? അതായത് ആരോഗ്യ സംബന്ധിയായ ഫിറ്റ്നസ് അല്ലേ, കായികക്ഷമതയുടെ ആവശ്യകത, നീഡ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? യെസ്, ഇംപ്രൂവിങ് ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് ഫാക്ടേഴ്സ് ഈസ് എസെൻഷ്യൽ ടു പെർഫോം ഡെയിലി ആക്ടിവിറ്റീസ്. എന്താണ്? അതായത് ഇവിടെ എന്താ പറയുക, ദൈനംദിന പ്രവർത്തനങ്ങൾ നമ്മൾ കാര്യക്ഷമമായിട്ട് നിർവഹിക്കണം. എന്ത് വേണം? കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം അല്ലേ. എക്സൽ ഇൻ സ്പോർട്സ് ആക്ടിവിറ്റീസ് ആൻഡ് പ്രിവെന്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. അതായത് ദൈനംദിന പ്രവർത്തനങ്ങൾ നമ്മൾ കാര്യക്ഷമമായി നിർവഹിക്കുവാനും കായിക പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്താനും ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനുമാണ് ആരോഗ്യ സംബന്ധമായ കായികക്ഷമതാ ഘടകങ്ങൾ മെച്ചപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ദെൻ മസിൽ സ്ട്രെങ്ത് ആണ് ചോദിച്ചത്. എന്താണ് മസിൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ, അഥവാ പേശി ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, മസിൽ സ്ട്രെങ്ത് ഈസ് ദ എബിലിറ്റി ടു മസിൽ ടു അപ്ലൈ മാക്സിമം ഫോഴ്സ് ഇൻ സിംഗിൾ കോൺട്രാക്ഷൻ. എന്താണ്? അതായത് സിംഗിൾ കോൺട്രാക്ഷൻ അല്ലേ. ഓക്കെ, എന്താ പറയുന്നത്? ഒരു സങ്കോചത്തിന് പരമാവധി ബലം പ്രയോഗിക്കുന്നുള്ള പേശികളുടെ കഴിവാണ് എന്തെന്ന് പറയുന്നത്? യെസ്, മസിൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇനി നോക്കൂ, കർണം മല്ലേശ്വരി. ആരാണ് കർണം മല്ലേശ്വരി? യെസ്, ദ അത്ലറ്റിക്സ് ഇൻ കർണം മല്ലേശ്വരി, ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ മെഡൽ ഇൻ ദ ഒളിമ്പിക്സ്. ഷീ അച്ചീവ്ഡ് ദ feat fighting at the 2000 Sydney Olympics. The nation honored her with Arjuna Award, the Padma Shri and the Rajiv Gandhi Ghel Ratna Award. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ദ സയന്റിഫിക് ട്രെയിനിങ് മെത്തേഡ് ഓഫ് മസ്കുലാർ സ്ട്രെങ്ത്? എന്താ ചോദിച്ചിട്ടുള്ളത്? മസ്കുലാർ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനുള്ള ട്രെയിനിങ് മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാം? ഈ സയന്റിഫിക് ട്രെയിനിങ് മെത്തേഡ് സച്ച് ആസ് റെസിസ്റ്റൻസ് ട്രെയിനിങ്, സർക്യൂട്ട് ട്രെയിനിങ് ആൻഡ് പ്ലിയോമെട്രിക് training help to enhance muscular strength. ഓക്കെ, ദെൻ റെസിസ്റ്റന്റ് ട്രെയിനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, എന്താണ് റെസിസ്റ്റന്റ് ട്രെയിനിങ് എന്നാൽ? അതായത് റെസിസ്റ്റന്റ് ട്രെയിനിങ് ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് യുവർ ബോഡി വെയിറ്റ് ഓഫ് an external object to increase the strength of various muscles അല്ലേ. അതായത് ഇവിടെ എന്താ പറയുന്നത്? സ്വന്തം ശരീരഭാരമോ ബാഹ്യവസ്തുക്കളുടെ ഭാരമോ ഉപയോഗിച്ച് വിവിധ പേശികളുടെ കൂടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് ചെയ്യുന്ന പരിശീലനമാണ് എന്ത്? യെസ്, റെസിസ്റ്റൻസ് ട്രെയിനിങ് അല്ലേ. എക്സാമ്പിൾ ഇൻക്ലൂഡ് പുൾ-അപ്സ്, പുഷ്-അപ്സ്, സിറ്റ്-അപ്സ് ആൻഡ് റെസിസ്റ്റന്റ് ബാൻഡ് ഓർ വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ്. എക്സാമ്പിൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? എക്സാമ്പിൾ ആയിട്ട് എന്തൊക്കെയാണ്? പുള്ളപ്പ് ഉണ്ട്, പുഷപ്പ്, സിറ്റപ്പ് ഒക്കെ തുടങ്ങിയത് അല്ലേ. ഓക്കെ, ദെൻ മസ്കുലർ ഇൻസ്റ്റെബിലിറ്റീസ് ഫോർ ലോങ് പീരീഡ് ഓഫ് ടൈം. ഓക്കെ, ദെൻ വാട്ട് എക്സസൈസ് ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ സർക്യൂട്ട് ട്രെയിനിങ്? സർക്യൂട്ട് ട്രെയിനിങ്ങിൽ ഏതൊക്കെയാണ് വരുന്നത്? ജമ്പിങ് ജാക്സ് ഉണ്ട്, വെർട്ടിക്കൽ ജംപ്സ് ഉണ്ട്, ദെൻ എന്താണ് പുഷപ്സ്, ഹൈ നീസ്, ദെൻ ബാക്ക് കിക്സ്, പ്ലാങ്ക് സ്കിപ്പിംഗ് അല്ലേ. ഓക്കെ, ദെൻ കാർഡിയോറെസ്പിറേറ്ററി എൻഡുറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണത്? അതായത് ഹൃദയ ശ്വസന ക്ഷമത എന്നാൽ എന്താണെന്നാണ് അല്ലേ. എന്താണ് കൂട്ടുകാരെ? യെസ്, കാർഡിയോറെസ്പിറേറ്ററി എൻഡുറൻസ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ ഹാർട്ട് ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റം ടു സപ്ലൈ ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദ മസിൽസ് ഡ്യൂറിങ് പ്രൊലോങ്ഡ് ഫിസിക്കൽ ആക്ടിവിറ്റി. എന്താണ് ഈ ഹൃദയ ശ്വസനക്ഷമത എന്നാൽ? അതായത് ദീർഘനേരം നമ്മൾ എന്താണ് കായിക പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ പേശി പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഓക്സിജനും അതുപോലെ തന്നെ ഓക്സിജനും ന്യൂട്രിയൻസും അല്ലെ, പോഷകങ്ങളും ലഭിക്കുന്നതിനുള്ള ഹൃദയത്തിൻ്റെയും ശ്വസന വ്യവസ്ഥയുടെയും കഴിവാണ് എന്തെന്ന് പറയുന്നത്? യെസ്, ഹൃദയ ശ്വസനക്ഷമത എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വൈറ്റ് സ്പോർട്സ് റിക്വയർ മോസ്റ്റ് കാർഡിയോറെസ്പിറേറ്ററി ഫിറ്റ്നസ്. അപ്പോൾ കൂടുതൽ കാർഡിയോറെസ്പിറേറ്ററി ഫിറ്റ്നസ് ആവശ്യം വരുന്ന ഗെയിംസ് ഏതൊക്കെയാണെന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് സ്പോർട്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഫുട്ബോൾ ആൻഡ് ഹോക്കി അല്ലേ, ഫുട്ബോളും ഹോക്കിയുമാണ്. ദെൻ വാട്ട് ആർ ദ ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ് ഫാക്ടേഴ്സ്? ഇത് നമ്മൾ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. വാട്ട് ആർ ദ ഹെൽത്ത് റിലേറ്റഡ് കാർഡിയോറെസ്പിറേറ്ററി ഫിറ്റ്നസും ദെൻ മസിൽ സ്ട്രെങ്ത്, മസ്കുലർ സ്ട്രെങ്ത്, റിലാക്സേഷൻ, ബോഡി കോമ്പോസിഷൻ എന്നിവയാണല്ലേ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ഓക്കെ ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് യോഗ. യോഗ എന്നാൽ എന്താണ് കൂട്ടുകാരെ? യെസ്, യോഗ ഈസ് എ സിസ്റ്റമാറ്റിക് പ്രാക്ടീസ് ഓഫ് കൺട്രോളിംഗ് ആൻഡ് ഡെവലപ്പിംഗ് ദ മൈൻഡ് ഓഫ് അച്ചീവ് ഗുഡ് ഹെൽത്ത്, മെന്റൽ ബാലൻസ് ആൻഡ് സെൽഫ് റിയലൈസേഷൻ അല്ലേ. എന്താ പറയുന്നത്? അതായത് നല്ല ആരോഗ്യം അല്ലേ, അതുപോലെ തന്നെ മനസ്സിന്റെ സന്തുലനം, ആത്മസാക്ഷാത്കാരം എന്നിവ നേടിയെടുക്കാനും അതുപോലെ തന്നെ എന്താണ് യെസ് മെന്റൽ ബാലൻസ് ആൻഡ് സെൽഫ് റിയലൈസേഷൻ അല്ലേ, അതായത് മനസ്സിനെ നിയന്ത്രിക്കാനും വികസിപ്പിക്കാനുമുള്ള ക്രമാനുഗതമായ ഒരു പ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത് യോഗ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ, പത്മാസന എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ദ പോസ് ഈസ് നെയ്മഡ് പത്മാസന ബിക്കോസ് ദ സിറ്റിംഗ് പൊസിഷൻ റിസംബിൾസ് ദ ഷേപ്പ് ഓഫ് ലോട്ടസ് അല്ലേ, അതായത് താമരയുടെ ആകൃതിയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ പത്മാസന എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ബെനിഫിറ്റ്സ് ഓഫ് പത്മാസന. പത്മാസനയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? യെസ്, ഇംപ്രൂവ് കോൺസെൻട്രേഷൻ, ഏകാഗ്രത മെച്ചപ്പെടുത്തുന്നു. ദെൻ സ്റ്റിമുലേറ്റ്സ് അബ്ഡോമിനൽ ഓർഗൻസ്, വയറിന്റെ അവയവങ്ങൾ ഉത്തേജിപ്പിക്കുന്നു. ദെൻ എൻഹാൻസ് ബ്ലഡ് സർക്കുലേഷൻ, രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു. ദെൻ സ്റ്റിമുലേറ്റ്സ് ദ ബ്ലാഡർ ആൻഡ് കിഡ്നീസ്, എന്താണ് മൂത്രാശയത്തെയും വൃക്കയും ഒക്കെ എന്ത് ചെയ്യുന്നു? ഉത്തേജിപ്പിക്കുന്നു അല്ലേ. ഓക്കെ, ഇനി കൂട്ടുകാരെ ധനുരാസന എന്ന് പറഞ്ഞാൽ എന്താണ്? ധനുരാസന, അതായത് ദ പോസ് ഈസ് കോൾഡ് ധനുരാസന ബിക്കോസ് ദ പോസ്ചർ റിസംബിൾസ് ധനുഷ്, അതായത് ധനുസ് എന്ന അതായത് ഈ ആസനസ്ഥിതി വില്ലിന് എന്താണ്? ധനുസ് പോലുള്ളതിനാണ് ഇതിനെ ധനുരാസനം എന്ന് പറയുന്നത് അല്ലേ, ധനുരാസന എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ബെനിഫിറ്റ്സ് ഓഫ് ധനുരാസന. ഈ ധനുരാസനത്തിന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്? യെസ്, പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റി ടു ദ സ്പൈൻ ആൻഡ് സ്ട്രെങ്തൻ റിലേറ്റഡ് മസിൽസ്. ദെൻ എന്താണ്? ഇംപ്രൂവ് ഡൈജഷൻ, ദെൻ ഇംപ്രൂവ് ചെസ്റ്റ് എക്സ്പാൻഷൻ, ദെൻ പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്ട്രെങ്ത് ടു ലെഗ് മസിൽസ്. ദെൻ എന്തൊക്കെയാ അപ്പോൾ പറഞ്ഞിട്ടുള്ളത്? ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാ കൂട്ടുകാരെ? യെസ്, പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റി ടു ദ സ്പൈൻ ആൻഡ് സ്ട്രെങ്തൻസ് റിലേറ്റഡ് മസിൽസ്, എന്താണ്? നട്ടെല്ലിന് അയവ് ലഭിക്കുന്നു, അനുബന്ധ പേശികൾക്കും ശക്തി വർദ്ധിക്കുന്നു അല്ലേ. ദെൻ ഇംപ്രൂവ് ഡൈജഷൻ എന്താണ്? ദഹനം അല്ലേ, ദഹന പ്രക്രിയ സുഗമാക്കുന്നു. ദെൻ ഇംപ്രൂവ് ചെസ്റ്റ് എക്സ്പാൻഷൻ, നെഞ്ചിന്റെ വികാസം വർദ്ധിക്കുന്നു. ദെൻ പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്ട്രെങ്ത് ടു ലെഗ് മസിൽസിനും എന്താണ്? സ്ട്രെങ്ത്തും ഫ്ലെക്സിബിലിറ്റിയും വരുന്നു അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഗരുഡാസനയാണ്. എന്താണ് ഗരുഡാസന? യെസ്, ദ പോസ് ഈസ് നെയ്മഡ് ഗരുഡാസന ബിക്കോസ് ഇറ്റ് എൻഹാൻസ് ദ ഫോക്കസ് ആൻഡ് നീ ഒബ്സർവേഷൻ ലൈക്ക് ഗരുഡ ഓർ ദ ഈഗിൾ അല്ലേ, അതായത് ഗരുഡനെ പോലെ ഏകാഗ്രതയും സൂക്ഷ്മദൃഷ്ടിയും ലഭിക്കുന്ന ആസന ആയതിനാലാണ് ഇത് നമ്മൾ എന്ത് പറയുന്നത്? ഗരുഡാസന എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ദെൻ ബെനിഫിറ്റ്സ് ഓഫ് ഗരുഡാസന എന്തൊക്കെയാണ്? യെസ്, എൻഹാൻസസ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്ട്രെങ്ത് ഇൻ ആംസ്, ലെഗ്സ് ആൻഡ് ജോയിൻസ് അല്ലേ. ദെൻ എന്താണ്? ഇംപ്രൂവ്സ് ബോഡി ബാലൻസ്, ദെൻ ഇൻക്രീസ് ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷൻ. ദെൻ വിപരീത കാരിണി എന്ന് പറയുന്നത് എന്താണ് അല്ലേ? വിപരീത കാരിണി. ഇൻ സംസ്കൃത് വിപരീത മീൻസ് എന്താണ്? ഇൻവേർട്ടഡ് അല്ലേ. കാരണി മീൻസ് ആക്ഷൻ. സംസ്കൃതിൽ വിപരീത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവേർട്ടഡ് അല്ലേ. അതുപോലെ തന്നെ കാരണി എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ഷൻ എന്നാണ് മീനിങ്. ഇൻ ദിസ് പോസ് ദ ബോഡി ഈസ് ഇൻ അൻ ഇൻവേർട്ടഡ് പൊസിഷൻ. അപ്പൊ ഇതിൽ ഈ പോസ് എങ്ങനെയാണ്? ബോഡി ഒരു ഇൻവേർട്ടഡ് പൊസിഷനിലാണല്ലേ, തല കീഴായിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വേർ ഇസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് WHO ലൊക്കേറ്റഡ്? എവിടെയാണ്? യെസ്, ജനീവയിലെ സ്വിറ്റ്സർലാൻഡിലാണ് അല്ലേ. ദെൻ വെൻ ഈസ് വേൾഡ് ഹെൽത്ത് ഡേ സെലിബ്രേറ്റഡ്? എന്താണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? യെസ്, April 7 ആണ്. ദെൻ വാട്ട് ആർ ദ സിംറ്റം ഓഫ് മാൽന്യൂട്രീഷന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. ഫാറ്റീഗ് ഉണ്ട്, ദെൻ എക്സ്പീരിയൻസ് വീക്ക്നെസ്, ദെൻ ഫ്രീക്വന്റ് ഇൽനെസ് ആൻഡ് സ്ലോ റിക്കവറി, ദെൻ ഡിലേ ഇൻ ഹീലിംഗ് വൂൺസ്, ദെൻ പ്രിഫർ ലോൺലിനെസ്, ഇൻഎബിലിറ്റി ടു റെസിറ്റ് കോൾ, അഫക്ട്സ് ലേണിംഗ് എബിലിറ്റി, ദ ലോസ് ഓഫ് അപ്പറ്റൈറ്റ് അല്ലേ. ഇതൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ആർ ദ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്? എന്താണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്താണ് കൂട്ടുകാരെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറഞ്ഞാൽ? Yes, lifestyle diseases are long-term health problems caused by unhealthy lifestyle habits. Example, poor diet, lack of exercise, excessive stress, smoking അല്ലേ. ഓക്കെ, ദെൻ വാട്ട് ആർ ദ കോമൺ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചല്ലേ. ഒബസിറ്റി, ബ്ലഡ് പ്രഷർ, ഹെർട്ട് ഡിസീസ്, ഡയബറ്റിസ്. ദെൻ എന്താണ് ഒബസിറ്റി? ഒബസിറ്റി ഇസ് എ മോർമൽ കണ്ടീഷൻ ഡ്യൂ ടു അക്യുമുലേഷൻ ഓഫ് എക്സസീവ് ഫാറ്റ് ഇൻ ബോഡി. ദെൻ ബ്ലഡ് പ്രഷർ ആണ്. എന്താണ് ബ്ലഡ് പ്രഷർ? അഥവാ BP എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ ഇസ് ദ ഫോഴ്സ് എക്സർട്ടഡ് ബൈ ബ്ലഡ് ഇൻ ദ വാൾസ് ഓഫ് ആർട്ടറി. അപ്പോൾ നോർമൽ